അങ്ങനെ മൂന്നാർ പോകണം എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്ത് അങ്ങോട്ട് എത്തി. അവിടെ സ്റ്റേക്കേഷൻ എടുത്തത് ഡ്രീം കോക്കനട്ട് റിസോർട്ട് വില്ലയാണ്. ഇതിൻ്റെ ലിറ്ററൽ സെൻസിൽ പറയാന്ന് വെച്ചാൽ ഈ ഒരു ഫീല് അവിടെ പോയി അനുഭവിച്ചാൽ മാത്രമേ കിട്ടൂ. ഫോട്ടോയിൽ കാണുന്ന പോലെ ഈ ഹൈപ്പ് കേട്ടിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ പോയപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പ്രീമിയം റൂംസ് ആണെങ്കിലും എല്ലാം ഉണ്ടാക്കിയത്, ഇതിൻ്റെ ഇൻറ്റീരിയർ ഫർണിച്ചേഴ്സ് എല്ലാം ഉണ്ടാക്കിയത് കോക്കനട്ടിനെ കൊണ്ടാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷേ അതാണ് സത്യം. ഇവിടെ ഈ മൊത്തം റിസോർട്ട് A to Z കോക്കനട്ട്, തെങ്ങുംതടി, കോക്കനട്ടിൻ്റെ ചിരട്ട ഇതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇപ്പം ആ ഒരു സീലിങ്ങിൻ്റെ ഡെക്കറേഷൻ പോലും കോക്കനട്ടിൻ്റെ ചിരട്ടേൻ്റെ പീസസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ആ ഒരു ഫീൽ അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. ഈ കേൾക്കുന്ന ഹൈപ്പൊക്കെ സത്യമാണ്. പിന്നെ അവിടുത്തെ മേജർ ഹൈലൈറ്റ് ആണ് ഹുസൈനിക്കയാണ് ഓണർ കേട്ടോ. ഇത്ര അടിപൊളിയായൊരു പേഴ്സൺ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഇക്കയുടെ കൂടെ കുറേ സംസാരിച്ചിരുന്ന് ഇക്ക അറേഞ്ച് ചെയ്ത ഫുഡൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ. പിന്നെ തിരിച്ച് നമ്മൾ റൂമിലേക്ക് വന്ന് റൂമിൻ്റെ കോറിഡോറിൽ ഇരുന്നിട്ടാണ് കേട്ടോ പാട്ട് കച്ചേരിയൊക്കെ. നമ്മളൊക്കെ പാട്ടൊക്കെ പാടി ആസ്വദിച്ച് അന്നത്തെ ദിവസം അങ്ങനെ റെസ്റ്റ് എടുത്ത് പോയി. പിറ്റേ ദിവസം രാവിലെ കാണുന്ന കാഴ്ചയാണ് ഇത്. നല്ല കോടയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു പീസ്ഫുൾ ആയൊരു മോർണിംഗ് ആയിരുന്നു. സ്ലോ മോർണിംഗ് തന്നെ പറയാം. ഒരു സ്റ്റേക്കേഷൻ എടുത്ത് സ്ട്രെസ്സായിട്ട് പോകുന്നവർക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു പ്രോപ്പർട്ടിയിൽ സ്റ്റേ എടുക്കണം എന്ന് ഞാൻ നിർബന്ധപൂർവ്വം റെക്കമെൻഡ് ചെയ്യുന്നു. ബിക്കോസ് അത്രയും പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഒരു വേറെ തന്നെ ഒരു പീസ്ഫുൾ, കിളികളുടെ ശബ്ദവും ഒരു നേച്ചറിനോട് അടുത്തൊരു ഫീലും, അവിടെ സ്വിങ്ങും, കുറേ സ്പേസ് ഉണ്ട് അവിടെ ഹാങ് ഔട്ട് ചെയ്യാനും നമുക്കിരുന്ന് ഫാമിലിയോട് കൂടിയ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ആസ്വദിക്കാൻ കുറേ നല്ലൊരു സ്പേസ് ഉണ്ട് അവിടെ. ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് അവിടെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോയി. ഈ കാണുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറൻറ്റ് പുറത്തുള്ള വ്യൂ ആട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു 180 ഡിഗ്രി ഓൾ റൗണ്ട് വ്യൂ നമുക്ക് കിട്ടും. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് ഇതേ 180 ഡിഗ്രി വ്യൂ ആസ്വദിച്ചുകൊണ്ടാണ് കേട്ടോ ഈ അടിപൊളിയായ സ്വാദിഷ്ടമായ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഈ വ്യൂ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹുസൈനിക്ക വന്നിട്ട് സെക്കൻഡ് സെർവിങ് ഒക്കെ സെർവ് ചെയ്ത് തന്നത്. അങ്ങനെ കുറേ നേരം ഹുസൈനിക്കയുടെ കൂടെ ഇരുന്ന് സംസാരിച്ചു. പുള്ളിക്കാരൻ തിരക്കൊക്കെ മാറ്റി വെച്ച് ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് കുറേ നേരം സംസാരിച്ചു. സോ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം.